വോയിസ് ഓഫ് മുജിബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ വീണ്ടും ഇന്ത്യക്ക് നാണം കെട്ട തോൽവി. ആദ്യ മത്സരം മഴ മൂലം റിസൾട്ട് ഇല്ലാതെ പോയപ്പോൾ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ പരാജയപ്പെട്ടത്. ഇന്നും ടോസ് ലഭിച്ചത് ഇന്ത്യക്കായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ടോസ് ലഭിച്ചപ്പോൾ ബാറ്റിംഗ് എടുത്തു, പക്ഷേ ആ മത്സരത്തിൽ ഇന്ത്യ തോൽക്കുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ടോസ് ലഭിച്ചപ്പോൾ ഇത്തവണ നമുക്ക് ഫീൽഡിംഗ് എടുക്കാമെന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു. ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ 201 റൺസ് നേടിയെടുക്കുന്നു. ഫിൽ സാൾട്ടും ജോസ് ബട്ട്ലറും നിറഞ്ഞാടിയ ദിവസമായിരുന്നു ഇന്ന്. 44 പന്തുകളിൽ ഫിൽ സാൾട്ട് നേടിയത് 70 റൺസാണ്. 3 സിക്സും 7 ഫോറും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. ജോസ് ബട്ട്ലർ 21 പന്തുകളിൽ 36 റൺസാണ് എടുത്തത്. 2 സിക്സും 4 ഫോറും അടക്കം. അവസാന നിമിഷത്തിൽ സാം കരന്റെ ഇടിവെട്ട് ബാറ്റിംഗും ഉണ്ടായിരുന്നു. 24 പന്തുകളിൽ 41 റൺസാണ് സാം കരൻ നേടിയത്. ലോക ചാമ്പ്യന്മാർ ഇംഗ്ലണ്ടിനെതിരെ പരാജയപ്പെട്ടത് 125 റൺസ് 11.4 ഓവറിൽ, അതായത് 70 പന്തുകളിൽ ഇന്ത്യയുടെ 10 വിക്കറ്റുകളും നഷ്ടമാകുന്നു. 76 റൺസിനാണ് ഇന്ത്യൻ ബാറ്റർമാർ പുറത്തായത്. 3 കളികളിൽ, അതായത് അയർലൻഡിനെതിരെ 2 മത്സരത്തിലും ഇംഗ്ലണ്ടിനെതിരെ ആദ്യ മത്സരത്തിലും. സത്യത്തിൽ ആ ഒരു മത്സരം മഴ മൂലം റിസൾട്ട് ഇല്ലാതെ പോയ മത്സരമാണ്. അങ്ങനെ 3 മത്സരത്തിൽ സഞ്ജു സാംസന് നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ സാധ്യമായില്ല എന്നതുകൊണ്ട് ടീമിൽ നിന്ന് പുറത്തിരുത്തുന്നു. പകരം വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവരുന്നു. ആ ഒരു പരീക്ഷണത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അവിടെ മാറ്റി നിർത്തപ്പെടേണ്ടത് സഞ്ജു സാംസൺ ആയിരുന്നില്ല. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. സഞ്ജുവിനെ പോലെ തന്നെ ഫോമിലല്ലാതിരുന്ന തിലക് വർമ്മയുണ്ടായിരുന്നു, ഇഷാൻ കിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ ആരും മാറ്റി നിർത്താതെ സഞ്ജു സാംസനെ തന്നെ മാറ്റി നിർത്തുന്നു. ആരാണ് സഞ്ജു സാംസൺ? ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടന്ന വേൾഡ് കപ്പിൽ, സ്വന്തം രാജ്യത്ത് നടക്കുന്ന വേൾഡ് കപ്പിൽ സെമി പോലും കാണാതെ പുറത്താകുമെന്ന ഘട്ടത്തിൽ നിന്ന് ഇന്ത്യയെ സെമിയിലേക്കും, സെമിയിൽ നിന്ന് ഫൈനലിലേക്കും, ഫൈനലിൽ നിന്ന് ചാമ്പ്യന്മാരാക്കി തീർത്ത യഥാർത്ഥ ഹീറോ. തൻ്റെ അമാനുഷിക പ്രകടനം തന്നെയാണ് വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. അത്തരത്തിലൊരു പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത സഞ്ജു സാംസണെയാണ് 3 മത്സരങ്ങളിൽ താൻ കളിച്ചത് നന്നായില്ല, താൻ ഫോമിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടത്. വേറെ ഏതൊരു രാജ്യമാണെങ്കിലും അത്തരത്തിൽ ഒരു ഹീറോ പരിവേഷം കാഴ്ചവെച്ച കളിക്കാരൻ ഒറ്റയ്ക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തു എന്ന് തന്നെ നിസ്സംശയം പറയാം. അത്തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെച്ച് വേറെ ഏതൊരു രാജ്യമാണെങ്കിലും അയാളെ ടീമിൽ സ്ഥിരപ്പെടുത്തും. 1-2 ഇന്നിങ്സിന്റെ പേരിൽ ഒരിക്കലും മാറ്റി നിർത്തപ്പെടില്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? അജിത് അഗാർക്കർ എങ്ങനെയാണ് ഇവിടം വരെ എത്തിപ്പെട്ടത്? ഗൗതം ഗംഭീർ എന്താണ് കോച്ചിന്റെ റോൾ? ശ്രേയസ് അയ്യർ ക്യാപ്റ്റന്റെ റോൾ എന്താണ്? വേൾഡ് ചാമ്പ്യന്മാരാണ് അയർലൻഡിനോട് 2-0 പരാജയപ്പെട്ടത്. ഇംഗ്ലണ്ടിനെതിരെ 2 മത്സരങ്ങളും പാടെ പരാജയപ്പെടുന്നു. ഇനി 2 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. എന്തായാലും ഈ പരമ്പര നേടാൻ ഇന്ത്യക്കാവില്ല. 2 മത്സരങ്ങളും ജയിച്ചാൽ സമനില പിടിക്കാം. ഒട്ടനവധി പാഠങ്ങൾ പഠിച്ചിട്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സെലക്ടർമാർ. അതിലേറ്റവും മുഖ്യ പ്രതി അജിത് അഗാർക്കർ തന്നെയാണ്. സിംബാബ്വെക്കെതിരെയുള്ള സ്ക്വാഡിൽ നിന്നും സഞ്ജു സാംസനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അനീതി ഇനിയും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ പരാജയത്തിൽ പോലും സന്തോഷിക്കേണ്ടി വരും ക്രിക്കറ്റ് ആരാധകർക്ക്. ഇന്ന് തിലക് വർമ്മ എടുത്ത സ്കോർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 11 പന്തുകളിൽ 3 റൺസ്. വേൾഡ് കപ്പ് മുതൽ ഇങ്ങോട്ട് ഓരോ ഇന്നിങ്സും പരിശോധിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസന്റെ പ്രകടനം എവിടെ നിൽക്കുന്നു? തിലക് വർമ്മയുടെ പ്രകടനം എവിടെ നിൽക്കുന്നു? ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ സ്കോർ അറിയണ്ടേ? 4 പന്തിൽ 5, അഭിഷേക് 10, വൈഭവ് സൂര്യവംശി 13, ഇഷാൻ കിഷൻ 13, അക്സർ പട്ടേൽ 9, ഹർഷിത് റാണ 9, ശിവം ദൂബെ 2. ഇങ്ങനെ പോകുന്നു ഇന്ത്യൻ ബാറ്റർമാരുടെ സ്കോർ. ഇനി ഇതിലും വലിയൊരു നാണക്കേട്, ഇതിലും വലിയൊരു പരാജയം ഉണ്ടാവാനുണ്ടോ ഇന്ത്യക്ക്? വേൾഡ് കപ്പ് പരാജയപ്പെട്ട് പുറത്താകുമെന്ന ഘട്ടത്തിൽ രവി ശാസ്ത്രി പറഞ്ഞതോർക്കുന്നുണ്ട്. സഞ്ജുവിനെ 11-ൽ ഉൾപ്പെടുത്തൂ, മുൻനിരയിൽ കളിപ്പിക്കൂ, ഇന്ത്യയെ ജയിപ്പിക്കൂ. അതുതന്നെയാണ് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്. സഞ്ജുവിനെ 11-ൽ ഉൾപ്പെടുത്തുക, ഓപ്പണിങ്ങിൽ കളിപ്പിക്കുക, ഇന്ത്യയെ ജയിപ്പിക്കുക. സാധ്യമാകും. അയാൾക്കതിനുള്ള കരുത്തുണ്ട്. 1-2 ഇന്നിങ്സിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല സഞ്ജു സാംസൺ എന്ന് പല ആവർത്തി തെളിയിച്ചതാണ്. ഇനിയും തെളിയിക്കും, അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്രമാത്രമാണ് പറയാനുള്ളത്. മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അയാളെ തിരികെ വിളിക്കുക, ഇന്ത്യയെ ജയിപ്പിക്കുക. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.